അപ്പോൾ എല്ലാ കുട്ടികളും കാത്തിരിക്കുന്ന നമ്മുടെ NDA നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അവസാന ഡേറ്റ്, അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/12/2025 ഇതിൻ്റെ അപേക്ഷ 10-ാം തീയതി, അതായത് ഈ മാസം 10-ന് തുടങ്ങുമെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 30/12/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഒരു വർഷം 2 NDA നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇത് ഫസ്റ്റ് വണ്ണാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവൽ അക്കാഡമി എക്സാമിനേഷൻ 1 2026 നോട്ടിഫിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. 10/12/2025 അപേക്ഷ തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ പറയാനും ശ്രദ്ധിക്കണം, 30/12/2025. UPSCൻ്റെ പുതിയ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അതായത് കൂടുതൽ ഡീറ്റെയിൽസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് പോകാവുന്നതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് NDA എന്നുള്ളത് തീരെ അറിയാത്തവർക്ക് ഒരു ഷോർട്ടായിട്ടുള്ളൊരു ലുക്ക് തരാം. അതായത് നമ്മുടെ NDA എന്ന് പറയുമ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി, NDA എന്ന് പറയുന്നത്, ഇതിലൂടെ നിങ്ങൾക്ക് മിനിമം +2 കഴിഞ്ഞവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ +2-ൽ പഠിച്ചുകൊണ്ട് ഓൺ ഗോയിങ് ആണെങ്കിലും +2 പാസ്സായവരാണെങ്കിലും ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് സ്ട്രീം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എനി സ്ട്രീമാണ്, എനി സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സയൻസ് വേണം നിർബന്ധമൊന്നുമില്ല. ഓരോരോ സ്ട്രീമിന് ഓരോരോ ക്വാളിഫിക്കേഷനാണ് മുമ്പോട്ട് പറയുന്നുണ്ട്. അതായത് ഓരോരോ സ്ട്രീമിലേക്ക് വരുമ്പോൾ അത് മുമ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും സയൻസ് എടുത്താലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് NDA എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി നൽകിയിട്ട് നമുക്ക് മുന്നോട്ടിലേക്ക് കടക്കാവുന്നതാണ്. NDA എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിനൊരു എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫൈനൽ മെറിറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈപ്പിൽ നിങ്ങൾ മുമ്പോട്ട് പോയിട്ട് നിങ്ങൾ ഇതിന് സെലക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിന് സെലക്ഷൻ കിട്ടി. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുറച്ച് പ്രൊസീജിയറുകളൊക്കെ അതിൽ വരുന്നുണ്ട്. SSB ഇൻ്റർവ്യൂ, എന്താണ് SSB ഇൻ്റർവ്യൂ, ലൈഫ് ട്രാക്ക് മെത്തേഡ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ പണ്ട് ചെയ്ത വീഡിയോ ആണെങ്കിലും ഇപ്പോഴും അതേ മെത്തേഡിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. സോ +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓഫീസർ റാങ്കിലേക്കാണ് എൻ്റർ ആവാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും ഇതിൻ്റെ ഒരുപാട് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ +2 കഴിഞ്ഞിട്ട് ഈ ഒരു എക്സാമും കാര്യങ്ങളും ഇൻ്റർവ്യൂ എല്ലാം ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോയി നിങ്ങൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് പാസ്സായി എത്തുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് ഡിഗ്രി നൽകപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡിഗ്രി നൽകുന്നതായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് മിലിറ്ററി ട്രെയിനിങ്ങും അവിടെ നൽകുന്നതായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് സാലറി, അതായത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് പോലെ ചെറിയൊരു എമൗണ്ട്, അത് 56,000 രൂപ കുറയാത്ത എല്ലാ മാസവും അത് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫുഡ്, അക്കോമഡേഷൻ കാര്യങ്ങൾ എല്ലാം അവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും +2 കഴിഞ്ഞൊരു കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു അവസരമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പഠനം എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എത്തുന്നത്, ഇപ്പോൾ ആർമി വിങ്ങിലേക്ക് അപേക്ഷിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ നേരെ ലെഫ്റ്റനൻ്റ് ആയിട്ട് ആർമിയിൽ പോസ്റ്റിംഗ് ആകുകയാണ് ചെയ്യുന്നത്. ആർമിയിലേക്ക് പോസ്റ്റിംഗ് ആകുകയാണ് ചെയ്യുക. ഓഫീസറായിട്ട് പോസ്റ്റിംഗ് ആകുകയാണ് ചെയ്യുന്നത്. അവിടെ നല്ല സാലറിയിൽ ഒരുപാട് ആനുകൂല്യങ്ങളോടുകൂടി രാജ്യത്തെ സേവിക്കാനുള്ളൊരു അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. സോ അതാണ് ഷോർട്ടായിട്ട് നമ്മുടെ NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ NDAക്ക് വന്നിട്ടുള്ള വേക്കൻസി നമുക്ക് നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ആർമി വിങ്ങിലേക്ക് കാണാൻ സാധിക്കുന്നതാണ് 198 ഒഴിവ് ആൺകുട്ടികൾക്കും 10 ഒഴിവ് പെൺകുട്ടികൾക്കും വന്നിട്ടുണ്ട്. ടോട്ടലി 208 ഒഴിവ് വന്നിട്ടുണ്ട്. അതുപോലെ നേവിയിലേക്ക് 37 ഒഴിവ് ആൺകുട്ടികൾക്കും 5 ഒഴിവ് പെൺകുട്ടികൾക്കും 42 ഒഴിവ് ടോട്ടലി വന്നിട്ടുണ്ട്. എയർഫോഴ്സ് നോക്കുകയാണെങ്കിൽ എയർഫോഴ്സ് ഒരു വിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്ലൈയിങ് ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ, അങ്ങനെ ഒരു വിങ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും വന്ന വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ എടുത്ത് പറഞ്ഞ് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. മെയിലും ഫീമെയിലും ടോട്ടലും വന്നത്. പിന്നെ നാവൽ അക്കാഡമി ഉണ്ട്, 10+2 കാഡറ്റ് എൻട്രി സ്കീമാണത്. അപ്പോൾ അവിടെ 21 വേക്കൻസി ആൺകുട്ടികൾക്കും 3 വേക്കൻസി വനിതകൾക്കുമായിട്ട് 24 വേക്കൻസി ടോട്ടലി ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും വന്ന കൂട്ടുകയാണെങ്കിൽ 394 ഒഴിവുകളാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത, ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രായപരിധി നോക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ കേരളത്തിൽ പരീക്ഷ നടക്കുന്ന സ്ഥലങ്ങൾ പറയാം. കേരളത്തിന് പുറമേ ഉണ്ട് കേട്ടോ, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. തിരുവനന്തപുരം, അതായത് ട്രിവാൻഡ്രം നമുക്ക് പരീക്ഷാ സെൻറ്റർ ഉണ്ട്. കാലിക്കറ്റ്, അതായത് കോഴിക്കോട് നമുക്ക് പരീക്ഷാ സെൻറ്റർ ഉണ്ട്. കൊച്ചി, അതായത് എറണാകുളം നമുക്ക് പരീക്ഷാ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ 3 സ്ഥലത്താണ് കേരളത്തിൽ നമുക്ക് പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ 3 സ്ഥലങ്ങളിൽ കേരളത്തിൽ പരീക്ഷ നടക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷ പാസ്സാകുന്നവർക്ക് ഇൻ്റർവ്യൂ കർണാടക, ബാംഗ്ലൂരൊക്കെ വെച്ചായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ്, അതുപോലെ മെറിറ്റൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഓൺലി അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 1 ജൂലൈ 2007 അതുപോലെ 1 ജൂലൈ 2010 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. യാതൊരു റിസർവേഷനോ റിലാക്സേഷനോ ഒന്നും ലഭിക്കുന്നതല്ല. ഈ ഒരു ഏജിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ആർമിയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം.
നിങ്ങളിപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നവരാണെങ്കിലും അല്ല പഠിച്ച് പാസ്സായവരാണെങ്കിലും ഈ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ആർമി വിങ്ങിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടു മതി. പ്ലസ് ടു ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പ്ലസ് ടു കൊടുത്ത് പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് പ്ലസ് ടു പഠിക്കുന്നതാണെങ്കിലും മതി. 10+2 പാറ്റേണിൽ സ്കൂളിംഗ് എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പം പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം പ്ലസ് ടു മതി ആർമി വിങ്ങിലേക്ക്. ഇനി എയർഫോഴ്സ് ആവട്ടെ, നേവി ആവട്ടെ, അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമി, നമ്മുടെ കാഡറ്റ് എൻട്രി സ്കീം, അതായത് ഇത് രണ്ടും എയർഫോഴ്സും നേവിയും അതിൻ്റെ കൂടെ കാഡറ്റ് എൻട്രി, ഈ നേവിയിലേക്കുള്ള കാഡറ്റ് എൻട്രി സ്കീമും, ഇതിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് പ്ലസ് ടു വേണം. പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിരിക്കണം. 10+2 പാറ്റേണിൽ 1, 2, 3, 4 ആ ഒരു ലെവലിൽ പഠിച്ച് വന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കണം. പ്ലസ് ടുവിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പ്ലസ് 1 പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നീട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പാസ്സായാൽ മതി. സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് കിട്ടിയാലും അടുത്ത ഇയർ ആ ഒരു ടൈമിലേക്കെല്ലാം കിട്ടിയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. പക്ഷേ മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ പാസ്സാകണം. പാസ്സായിട്ടില്ലെങ്കിൽ ഈ ഒരു സെലക്ഷനിൽ നിന്ന് ഫെയിലാക്കുന്നതായിരിക്കും. ഈ ഒരു എക്സാം പാസ്സാകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലസ് ടു ഒക്കെ അനായാസം പാസ്സാകാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അപേക്ഷിക്കുക. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും നല്ലൊരു പോസ്റ്റ്. അതായത് ഇപ്പം നമ്മൾ യോഗ്യത പറഞ്ഞു, അതിലുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. ഫീസ് വരുന്നുണ്ട്. SC ST ഫീമെയിൽസിന് ഫീസ് ഉണ്ടാവത്തില്ല. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 100 രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, UPSCൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സിലബസും പാറ്റേണൊക്കെ നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാത്സ് വരുന്നുണ്ട്. ആദ്യത്തെ ഷിഫ്റ്റ് ഒരു ദിവസമായിരിക്കും പരീക്ഷ നടക്കുക കേട്ടോ. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് 01 എന്ന് പറയുന്ന കോഡിൽ മാത്സ് 2.5 മണിക്കൂറിൻ്റെ മാത്സ് പരീക്ഷ നടക്കുന്നുണ്ട്. അതിന് 300 മാർക്കിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം ജനറൽ എബിലിറ്റി ടെസ്റ്റാണ് പിന്നീട് നടക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ ജനറൽ നോളജ് മൊത്തം ഉൾപ്പെടെയുള്ള എല്ലാം അതിൽ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 02 എന്ന് പറയുന്ന കോഡിലാണ് അത് വരുന്നത്. അപ്പോൾ 2.5 മണിക്കൂറിൻ്റെ പരീക്ഷ 600 മാർക്കിനാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് SSB ഇൻ്റർവ്യൂവും കൂടി വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് 900 മാർക്കിൻ്റെ SSB ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര ടെസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു സിലബസിൻ്റെ പാറ്റേൺ. ഒരു ഞായറാഴ്ച ആയിരിക്കും പരീക്ഷ നടക്കുക. പരീക്ഷാ ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ NDA അതുപോലെ തന്നെ നമ്മുടെ CDSൻ്റെ ഇതും കൂടി വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് CDS ആണെങ്കിലും അതുപോലെ തന്നെ AC അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിൻ്റെയൊക്കെ പഠിക്കുന്ന മെത്തേഡ്, കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ വെച്ച വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഇനി ഇതിൽ സംശയം ഉണ്ടാകുന്നത് ഹൈറ്റിൻ്റെ പ്രശ്നമാണ്. ഹൈറ്റ് മിനിമം 152 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ള വനിതകൾക്കും അതുപോലെ തന്നെ 157 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ള ആൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. താല്പര്യമുള്ള യോഗ്യതകൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. നല്ല സാലറിയും ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്ന പോസ്റ്റാണ് നമ്മുടെ NDA എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഓൾമോസ്റ്റ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ കാര്യം എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാനും മറക്കേണ്ട.